സുഹൃത്തുക്കളെ, ശശികല ടീച്ചർ അറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം ശശികല ടീച്ചർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വേടനെതിരെ അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പറയുന്നുണ്ട്. ആ വരികൾ അത്ര ശുദ്ധമല്ല. ഞാൻ ഈ കഞ്ചാവ് കേസിന് ശേഷമാണ് ഇവരിങ്ങനെ ശുദ്ധൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യായിരുന്നു. ഇവർക്ക് വേടൻ അറിയില്ല, റാപ്പ് അറിയില്ല. ടീച്ചർ എന്നാ പേര് ഈ കേരളത്തിൽ ജീവിച്ചു പോകുന്നുണ്ടെന്നുള്ളതോ എന്റെ കുറവാവാം, സംഗീത രൂപം ഉണ്ട് എന്നുള്ളതോ എനിക്കറിയാം. ഇവർക്ക് ആകെ അറിയുന്ന ശാസ്ത്രസംഗീതം മാത്രമാണ്. പിന്നെ കഥകളി, അതിന്റെ അപ്പുറത്തേക്ക് ആ കഥകളി പാട്ടൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു സംഗീത രൂപം ഉണ്ടെന്നുള്ള കാര്യം ഈ ആയമയ്ക്ക് തീരെ അറിയില്ല, അറിയാൻ വഴിയില്ല. കാരണം ഇവർക്ക് അവരെ ആ ഒരു സമുദായത്തിലെ ആളുകളെ മാത്രമല്ലേ ഇവിടുത്തുണ്ടാവുള്ളൂ. സംഗീതം കല ആസ്വാദനത്തിനുള്ളതാണ്, കല മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ്, കല ഭിന്നിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമിയാണെങ്കിലും സോണിയാഗാന്ധി കുറ്റം പറഞ്ഞ കുറ്റം വന്നിട്ടേ എല്ലാവരെയും ഓർത്തു പിടിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടത്തുന്നത്. എന്റെ വിഷകാലം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഈ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു ഒക്കെ അവര് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. വേടൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവല്ല, അദ്ദേഹം ഒരു പാട്ടുകാരനാണ്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആയ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തനം കേട്ട് കഴിഞ്ഞാല് ഇത്രയും മനുഷ്യന്മാരെ പറ്റി ചിന്തിക്കുന്ന, അവരെ കുറിച്ച് ഇത്രയധികം നല്ലതുപോലെ ചിന്തിക്കുന്ന വേറൊരു ആളുണ്ടാവുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഇവരെ ഫേസ്ബുക്കിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഗതി ഇങ്ങനെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തയാണ് ഗാസയിലെ ഇസ്രായേൽ ബോംബാക്രമണം. നമ്മൾ ഈ വാർത്ത കേട്ടതാണ്. ശിശുരോഗ വിദഗ്ധയുടെ 9 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. പട്ടിണി മൂലം 4 വയസ്സുകാരൻ മരിച്ചു. റിപ്പോർട്ടറിൽ വന്നൊരു വാർത്തയാണ്. വളരെ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. ഇന്ന് 12 മണിക്കാണ് ഈ ഒരു വാർത്ത വന്നത്. 25-ാം തീയതി ഇന്ന് 12 മണിക്കാണ് ഈ ഒരു വാർത്ത വന്നത്. നമ്മളെല്ലാവരും ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുക? ഗസയിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. 9 കുഞ്ഞുങ്ങളൊക്കെ കൊല്ലപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ആ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഞ്ഞാണെങ്കിൽ പട്ടിണി മൂലമാണ് 4 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചേ. അപ്പൊ ഈ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ സുഭിക്ഷമായി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുന്ന സമയത്ത് അവിടെ ചില ആളുകൾക്ക് ഭക്ഷണം പോലും കിട്ടാതെ 4 വയസ്സുകാരൻ മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഒരു വിഷമസന്ധിയിലേക്ക് നമ്മൾ മനുഷ്യരൊക്കെ എത്തുന്ന സമയത്ത് ഈ വിഷകല എന്ന് പറഞ്ഞ ഈ ശശികല ടീച്ചർ എഴുതിയിട്ടത് ഇങ്ങനെയാണ്, കേട്ടോളൂ. ശിശുരോഗ വിദഗ്ധ എന്നിട്ടൊരു ചിന്തിക്കുന്ന ഒരു ചിഹ്നം, സ്മൈലി. വെറും 9 കുഞ്ഞുങ്ങൾ. അതായത് ഗസയിലെ ആ ഒരു ശിശുരോഗ വിദഗ്ധയ്ക്ക് 9 കുട്ടികൾ ഉണ്ടായതിൽ ഇവർക്ക് വലിയ വിഷമം. നമ്മളെ ശശികല ടീച്ചർക്ക് വിഷമം. ആ വിഷമം എന്തുണ്ടാവുന്നേ? ആ ഒരു മാപ്പിളാരാണ്. മാപ്പിളാര് കുഞ്ഞുങ്ങൾ എങ്ങനെ പെറ്റുവരിക ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്റെ സുഹൃത്തുക്കളെ, കുറച്ചു കാലം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല 9, 10, 11, 12. അത് ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? 12 പെറ്റ 15 പെറ്റ ആളുകളൊക്കെ നമ്മുടെ തന്നെ മുത്തശ്ശിമാരുണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ ആയ്മ ഈ ചൊറി കൂണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കല് സ്വന്തം മതത്തിലുള്ള ആൾക്കാർക്കെതിരെ തന്നെ അല്ലേ? എന്തൊക്കെയായാലും ഇതിപ്പോ ഇവര് ആ മരിച്ച ആ ഒരു കുഞ്ഞുങ്ങളുടെ ഉമ്മയെ നോക്കി പരിഹസിക്കല്ലേ? അസൽ പരിഹാസമാണ് സുഹൃത്തുക്കളെ. 9 കുഞ്ഞുങ്ങൾ, അതും ഗാസ പോലെ അസ്വസ്ഥമായ സ്ഥലത്ത്. എൻ്റെ ഈശ്വര, ഒന്നങ്ങട് പിടി കിട്ടണില്ലാലോ എന്നാണ് ഇവര് എഴുതിയിരിക്കുന്നത്. ഒന്നങ്ങട് പിടി കിട്ടുന്നില്ലാലോ. നിങ്ങൾക്ക് എങ്ങനെ പിടി കിട്ടുക? ഇസ്ലാം മതത്തിലെ ആളുകൾ മുഴുവൻ വെറും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ജനിച്ച ആളുകൾ എന്നല്ല നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഗസയിലെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ കുറിച്ച് ഈ ആയമയ്ക്ക് ഒരു വിഷമമില്ല. ഗസയിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ കുറിച്ച് യാതൊരു വിഷമവുമില്ല. ഒരു കുട്ടിയുടെ പട്ടിണി കിടന്ന് മരിച്ചതിനെ കുറിച്ച് ഈ ആയമയ്ക്ക് യാതൊരു സങ്കടവുമില്ല. നോക്കൂ, ഇവര് ടീച്ചറായിരുന്നു അത്രേ. എനിക്ക് അത് അത്ഭുതം. ഈ ടീച്ചർ എന്ന് പറയുന്ന ആളുകളൊക്കെ നോക്കൂ, നമ്മളെ നാട്ടിലെ ചെറിയ കുട്ടികളൊക്കെ പഠിച്ചുള്ള ടീച്ചർമാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന, അങ്ങനെ തന്നെ പരിഗണിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ടീച്ചർമാര്, അല്ലേ? ഇവരൊരു ടീച്ചർ ആയിരുന്നു എന്നാണ്. അല്ലെങ്കിൽ എന്തിന്റെ ടീച്ചർ? കൊല്ലാനുള്ള ടീച്ചറായിരുന്നു. കൊല്ലുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. സാധാരണ ഒരു മനുഷ്യ ടീച്ചർ ആവണ്ട, ഒരു സാധാരണ മനുഷ്യന് ഇത്തരം വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നും. 4 വയസ്സായ കുട്ടി ഇങ്ങനെ മരണപ്പെടും. എനിക്കൊരു 3-3.5 വയസ്സായ കുട്ടി, 2-2.5 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു 4 വയസ്സായ കുഞ്ഞിങ്ങനെ മരണപ്പെടുന്നതൊക്കെ നമ്മളൊക്കെ സ്വന്തം കുഞ്ഞിനെ പറ്റിയൊക്കെ ആലോചിക്കും. അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കും.
ഒരു ദിവസം അവരൊക്കെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ കൊടുക്കണമെന്നൊക്കെ ആയിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക. അപ്പൊ ആ രക്ഷിതാവിൻ്റെ ഒക്കെ വിഷമം ആലോചിച്ച് നോക്കി. എന്തൊരു വിഷമമായിരിക്കും. ആ കുഞ്ഞിന് ഒരു ഭക്ഷണം പോലും വായിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയാതെ സ്വന്തം മുന്നിൽ വെച്ചിട്ട് മരണപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ആ സംഗതിയൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന സമയത്താണ് ഈ ശശികല എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇമ്മാതിരി പോസ്റ്റർ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അവര് ശിശുരോഗ വിദഗ്ധയുടെ 9 കുഞ്ഞുങ്ങൾ എന്നുള്ള വട്ടട്ട് വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീക്ക് 9 കുഞ്ഞുങ്ങളുണ്ടായി, നിങ്ങൾക്ക് എന്താണ് ശശികല? ഒരു സ്ത്രീക്ക് 9 കുഞ്ഞുങ്ങൾ ഉണ്ടാവണം തോന്നിക്കഴിഞ്ഞാൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നില്ലേ പഴയ മുത്തശ്ശിമാർക്ക് 9, 10, 11, 12, 15 കുഞ്ഞുങ്ങൾ ഇല്ലേ? നമ്മുടെ നാട്ടിൽ ആ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ ആളുകളില്ലേ? നിങ്ങൾ തന്നെ നമ്മുടെയൊക്കെ ഒരു തറവാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും 6ഉം 7ഉം മാമാവന്മാരൊക്കെ ഉള്ള വീടുകളില്ലേ? ഇപ്പോഴും അങ്ങനത്തെ വീട്ടുകാരില്ലേ? അതിലെന്താ പ്രശ്നം? അത് ഓരോരുത്തർ പേഴ്സണൽ താല്പര്യങ്ങളല്ലേ. തനിക്ക് എത്ര കുഞ്ഞു വേണമെന്നത്, എനിക്ക് ഒരു കുഞ്ഞു വേണം, 2 കുഞ്ഞു വേണം എന്നുള്ളത് പേഴ്സണൽ താല്പര്യമല്ലേ. പിന്നെ അതിനപ്പുറത്ത് സാമൂഹ്യ താല്പര്യങ്ങളൊക്കെ വേറെ, അതൊക്കെ അതിനനുസരിച്ച് അവർ ജീവിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കലല്ല, ഉള്ള കുഞ്ഞുങ്ങളെ തന്നെ വളരെ മാന്യമര്യാദയ്ക്ക് വളർത്തുകയാണ് നല്ലത് എന്നുള്ളൊക്കെ സംഗതിയൊക്കെ ചിന്തിക്കുന്നതൊക്കെ വേറെ. അവിടെ 9 കുഞ്ഞുങ്ങൾ ഉണ്ടാവണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ ശിശുരോഗ വിദഗ്ധയുടെ മാത്രം. പിന്നെ അവർ ശിശുരോഗ വിദഗ്ധ ആയതുകൊണ്ട് 9 കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് തീരുമാനിക്കും. കുഞ്ഞുങ്ങൾ അത് ഇമോഷനാണ്, മറ്റ് ചികിത്സ മറ്റു കാര്യങ്ങളാണ്. ശിശുരോഗ വിദഗ്ധന്റെ 9 കുഞ്ഞുങ്ങൾ പാടില്ല. അപ്പൊ ഇവരെ മനസ്സിൽ എന്തോര വിഷമാണ്. മുസ്ലിം ഇസ്ലാം എന്നുള്ള ആ ഒരു വിഷം മാത്രമല്ല, അവർക്കെതിരെയുള്ള ഒരു വാക്കുകൾ മാത്രമായിട്ടില്ല നമുക്ക് ഇതിനെ കാണേണ്ടി വരുന്നത്. ഇവരൊക്കെ പറയുന്നതൊക്കെ വേദവാക്യമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരോടൊക്കെ എൻ്റെ നമോഭാഗം. സമ്മതിച്ചു പോയി നിങ്ങളൊക്കെ. ബൈ.